പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. കേരളമെന്നു കേട്ടാൽ തിളക്കണം ചോര നമുക്കു നരമ്പുകളിൽ എന്നാണല്ലോ വള്ളത്തോളിൻ്റെ വരികൾ. ശരിക്കും കൊച്ചു കേരളം നമുക്ക് വികാരം തന്നെയാണ്. കേരളത്തിൻ്റെ നേട്ടങ്ങളിൽ നാം അറിയാതെ തന്നെ അഭിമാനം കൊള്ളുന്നവരാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തും മലയാളി ഉന്നതങ്ങളിലുണ്ട് എന്നത് നമ്മുടെ കൊച്ചു മലയാളക്കരയുടെ മാത്രം പ്രത്യേകതയാണ്. ഇനി കേരളപ്പിറവിയെക്കുറിച്ച് അല്പം പറയാം. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഭാഷാടിസ്ഥാനത്തിലായിരുന്നു സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടത്. മലയാള ഭാഷ സംസാരിക്കുന്നവരെ കൂട്ടിയോജിപ്പിച്ച് തിരുവിതാംകൂറും കൊച്ചിയും മലബാറും കൂട്ടിച്ചേർത്ത് കൊച്ചു കേരളത്തിന് രൂപം കൊടുത്തു. ആദ്യം 5 ജില്ലകൾ മാത്രമായിരുന്നു. 1956 നവംബർ 1 കേരളം രൂപീകൃതമായത്. ആയതിനാൽ ആ ദിവസത്തെ മലയാളികൾ മലയാള ദിനമായും കേരളപ്പിറവി ദിനമായും ആചരിച്ചു പോരുന്നു. ജനാധിപത്യത്തിനും മതേതരത്വത്തിനും എന്നും മുൻതൂക്കം കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആരോഗ്യം, വിദ്യാഭ്യാസം, വിനോദം തുടങ്ങിയ നിരവധി മേഖലകളിൽ ഇന്ത്യക്ക് ചൂണ്ടിക്കാണിക്കാനാകുന്നതും മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയുമായ നമ്മുടെ കേരളം. കായിക രംഗത്തും കാർഷിക രംഗത്തും ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്കായിട്ടുണ്ട്. അതിജീവനത്തിൻ്റെ പാതയിൽ മുന്നിലെത്താനും നമുക്ക് കഴിഞ്ഞു. പ്രകൃതി ഭംഗി കൊണ്ടും മനുഷ്യത്വം കൊണ്ടും അനുഗ്രഹീതമായ നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടായി തുടരുമ്പോഴും മാലിന്യ നിർമ്മാർജ്ജനത്തിലും ലഹരി ഉപയോഗത്തിലും കാര്യക്ഷമമായ മാറ്റങ്ങൾ വരുത്തിയാൽ ഇനിയും ഒത്തിരി ഉയരാനാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. കേരളം ഇനിയും കൊതിക്കട്ടെ. നന്ദി, നമസ്കാരം.